പറഞ്ഞ ഡാൻസ് ഡാൻസ്. സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു HRK ഗെയിമിംഗ്. നമ്മൾ ഇന്ന് കളിക്കാൻ വന്നത് ബ്ലോഗർ എസ്കേപ്പ് ആണ്. അതായത് എസ്കേപ്പ് ഫ്രം ബ്ലോഗർ എന്ന് പറഞ്ഞ ഗെയിമാണ് ഗൈസ്. ഇവൻ ബ്ലോഗറാണ് ഗൈസ്. നമ്മളെപ്പോലെ ഗെയിമറാണെന്ന് തോന്നുന്നു. ഇതേ ഇവൻ്റെ ഒരു PC കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ്റെ ആണ് ഗൈസ് നമുക്ക് എസ്കേപ്പ് വേണ്ടത്. ഈസി അതാണ് നല്ലത്. ഓക്കെ, ഗെയിമിലോടാണ്ട് എങ്ങനെയാണ് ഈ ഗെയിമെന്നൊന്നും എനിക്കറിയില്ല. നോക്കി നോക്കാം നമുക്ക്. ഓക്കെ, ഓ നമ്മളെ തട്ടിക്കൊണ്ടെന്നാണ്. നമ്മ എങ്ങോട്ട് എനിക്ക് പോകണ്ട് ഗൈസ്. ഓക്കെ, മോളിലേക്കാണ് വന്നത്. ഈ പാട്ട് പറഞ്ഞ ഡാൻസ് ഡാൻസ്. ഓ പൂച്ച. ഈ ബംഗാളിയുടെ മോറിലെ ഇംഗ്ലീഷിലൊക്കെ പറയണ്. പൂച്ച ഒന്ന് പിടിച്ചാ കറക്റ്റ് ബംഗാളിയിലേ. ഇവന്തിന് പോലീസ് വിളിക്കണേ? ഇവനല്ലേ നമ്മളെ തട്ടിക്കൊണ്ടെന്നേ കൈസ്. അവൻ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു പോയടാ. അവൻ പോലീസ് വിളിക്കുന്നു. നമ്മ എന്തിനാ എസ്കേപ്പ് ആവണത്? എന്താ നടക്കണത്? ഇതൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ. ലോക്കാണ്, ഒളിക്കാനുള്ളതായിരിക്കും. ഇവിടെ കൊളിക്കാൻ പറഞ്ഞ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാൻ. ഓ, ഹാങ്ങർ എടുക്കാൻ പറ്റും ഇവിടെ. അതെന്താ? ഓ, വിൻഡോ ഹാൻഡിലാ. വിൻഡോ ഹാൻഡിൽ പോലത്തെ എന്താ കിട്ടിയടാ? ഓ, വിൻഡോ തുറന്നു. ഓ ഏതാ ബുദ്ധിയില്ലേ. പുറത്തേക്ക് എത്തി. ഇനിയിപ്പോൾ മതിലേ അടി കിടക്കാൻ എന്തെങ്കിലും എസ്കേപ്പ് ആയിരിക്കും. ബ്രെയിൻ റോട്ടാ. അവനോട് എന്തോ പറയണ്ടാ. എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കണം. ഉള്ളി നമുക്ക് ഇനി വീണ്ടും ഉള്ളിൽ പോണ. ടയറ് അപ്പോൾ കാർ എസ്കേപ്പ് ഉണ്ട് ഇത്. ഓ, അത് കാറാണ്. ആ, അതിലൊരു ടയറില്ല. അപ്പോൾ ഈ ടയറൊക്കെ വെക്കണം. കാർ എസ്കേപ്പാണ് ഗ്രാനിയുടെ പോലെ. ഓ തുറന്ന നമ്മളിതിന് പുള്ളി കയറിയേ. നമ്മൾ ഉള്ളിൽ നിന്ന് എസ്കേപ്പ് ആവില്ല വേണ്ടേ. ഇവിടെ എന്തോ സെക്യൂരിറ്റി റൂം ഉണ്ട്. അത് പിടിച്ച ചിലപ്പോൾ അലറാം അങ്ങനെ വരും. ഓ, ബാത്റൂം. ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് എസ്കേപ്പ് ആവാൻ തന്നെയായിരിക്കും. ഓ, അവൻ യാർഡിക്ക് പോണ ഗൈസ്. ഞാൻ ബാത്റൂമിനുള്ളിലൊന്നും സാധനം. ഇത് എനിക്ക് തോന്നുന്നു സ്കൂൾ ബോയ് റണ്ണാവേ പോലത്തെ ആ ഒരു ടൈപ്പ് ഗെയിം ആയിരിക്കും ഗൈസ്. അവൻ ഇങ്ങോട്ട് വരുമോയെന്ന് അറിയില്ല. അവനിക്ക് തോന്നുന്നു ആ പൂച്ചയുടെ അടുത്തായിരിക്കും. അവൻ പൂച്ച മൃഗസ്നേഹിയാണ് ഗൈസ് അവൻ. ടോയ്ലറ്റിക്ക് ജസ്റ്റ് മിസ് അറിയാം. കൺട്രോൾ വെയിറ്റ്. അവൻ അപ്പീടായിരിക്കാണ്. നമ്മുടെ അടുത്തല്ലേ ഗൈസ് കക്കൂസ്. അവൻ അപ്പീടായിരിക്കാന്ന് തോണ്ടാ. അതന്നെയാണോ? എടാ പാവം, അങ്ങനെ ആയിരിക്കൂല. അപ്പിടാ മുക്കട ശബ്ദം. പോയി. ആ ഗൈസ്, ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഇടയ്ക്ക് പോണേ. ഓക്കെ, അവൻ റൂമിലേക്ക് പോയി ഗൈസ്. കമ്പ്യൂട്ടർ അവനോട് എഡിറ്റ് ചെയ്യാൻ എന്തിനു വേണ്ടി പോയി. ഇപ്പം എന്തായാലും മുകളിലില്ല. ഗെയിമിംഗ് റൂം അടിയിലാണ്. ചാർജർ എന്തോ കിട്ടി. മേശയിലൊന്നും ഇല്ലല്ലോടാ. ഓ ഗൈസ്, ആ റൂമാണ് നമ്മളെ പിടിച്ചിട്ടത്. ഇനി ഇതേത് റൂമാണ്? ഈ റൂം എവിടെ കണ്ടിട്ടുള്ള പോലെ. ഓ, ഇതാ പൂച്ചയുടെ റൂമാടാ. ഓ, പണ്ടാര പൂച്ച ഒച്ച ഉണ്ടാക്കി വിളിച്ചവനെ. വൃത്തിയായിട്ട പൂച്ച.
ഗൈസ് ഇത് പട്ടിയുടെ ഇപ്പോൾ യൂസാണ്. അവൻ വന്ന് ഇവന് പ്രാന്ത്. പൂച്ചയുടെ മുന്നിൽ കൂടെ വേണം പോവാൻ. ഇങ്ങനത്തെ ഒച്ച ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു. ഒരു വലിയ ശല്യമാണ് അത്. അയ്യോ ഒന്നും മിണ്ടാണ്ട് കിട്ടാ. ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. പട്ടി ഒച്ചണ്ടാക്കിടാ. വേഗം നോക്കിയിട്ട് പോവാം. നമുക്ക് ലാപ്ടോപ്പ് കയറിയുണ്ട് കൈസോടെ. മിക്കവാറും അതിൻ്റെ പാസ്വേഡ് കണ്ടെത്തി. ഇത് പസിൽ എസ്കേപ്പ് ഗെയിം തന്നെയാണ്, ലൈക്ക് ഗ്രാനി. പട്ടി വീണ്ടും വന്ന് വീണ്ടും അതിനെ പ്രാഗിയിട്ട് പോയി. പോവാണ് കുറച്ച് നേരം. ഓക്കെ ഗൈസ്, അവൻ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാൻ എന്തോ പോയി. ഇവന് കുറേ അധികം ജോലികളുണ്ട് ഗൈസ്. ഇവൻ വ്ളോഗറാണ്, ഗെയിമർ, ഡാൻസർ, പെറ്റ് ലവർ, കാർ കളക്ടർ, പന്നിമലത്ത് നോട്ടടവപ്പ്, കള്ളനോട്ട്, വിസ തട്ടിപ്പ്, കള്ളക്കടത്ത്, ഇമ്മോറൽ ട്രാഫിക്കിംഗ് ആൻഡ് പിമ്പിംഗ്, പിന്നെ ദീർഘകാലം കുണ്ടൻ കുഞ്ഞുമൊയ്ൻ സാഹിബിന്റെ. ഓക്കെ, അടിയിൽ അവനില്ല. അവനെപ്പോഴാണ് ഗെയിമിംഗ് റൂമിൽ ഇരിക്കാണ്ട് വലിയ ശല്യമില്ല. മറ്റേതിലൊക്കെ എല്ലായിടത്തും ഇറങ്ങി നടക്കുമല്ലോ. ഇവിടെ എന്തോ ഇതൻ തോന്നുന്നു ഗൈസ്. കാറിൻ്റെ അവിടെ ഈ ഓട്ട ഉണ്ട്. ഈ ഓട്ട റിമോട്ട് കാർ എന്തോ പോകണം ഗൈസ്. ആ റിമോട്ട് കാർ പോയാലാണ് നമുക്ക് അവിടെ എന്തോ ലോക്ക് എന്തോ എടുക്കാൻ എന്തോ ഉണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ ഗെയിമിന് ഡൗൺലോഡ് ചെയ്യണ ഇതിൽ കണ്ട് ഓരോ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ റിമോട്ട് കാറെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അയ്യോ വരികയാണെങ്കിൽ ഇവിടെ വിളിക്കാൻ സ്ഥലമുണ്ട്. വരൂലായിരിക്കില്ലേ? റിമോട്ട് കൺട്രോളിൻ്റെ ഞാൻ പറഞ്ഞില്ലേ റിമോട്ട് കാർ, അതിൻ്റെ കൺട്രോളർ കിട്ടി നമുക്ക്. റിമോട്ട്. ഇനി കാർ എവിടെ ഇരിക്കുന്നതാണ് ഡൗട്ട്. അവനിപ്പോൾ വീണ്ടും സിരിയോഗയുടെ അടുത്ത് പോയി, അതായത് അവൻ്റെ പൂച്ച മുകളിൽ പോയി. ഇനി നമുക്ക് വേഗം അവൻ്റെ റൂമിൽ കയറാം ഗൈസ്. റൂമിൽ എന്താണ് ഇതല്ലേ റിമോട്ട് കാർ. റിമോട്ട് കൺട്രോൾ. ഇവൻ്റെ സെറ്റപ്പ് നോക്കിയേ. നോക്കിയേ എല്ലാം ഉണ്ടോ അവൻ്റെ ഗൈസ്. നമുക്ക് എന്തോ കീയും ബാറ്ററിയും കിട്ടി. കണ്ടോ ഈ സെറ്റപ്പ് ഒക്കെ നമ്മുടെ ഉണ്ടെങ്കിലുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. എൻ്റെ മോനെ ഗ്രീൻ സ്ക്രീൻ എല്ലാം ഉണ്ട്. ഒരു യൂട്യൂബറിനുണ്ട് എല്ലാം ഉണ്ടോ അവൻ്റെ വീട്ടിൽ. അവൻ്റെ വീണ്ടും വർക്കിന് പോയി. നമുക്ക് വേഗം ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല. യൂട്യൂബ് കാറിന് ചോദിക്കണ്ട. ബാറ്ററി എന്തിനാണ് ആവശ്യം? മിക്കവാറും കാറിനിടുന്ന ബാറ്ററി പോലെ ഉണ്ട് ഇത്. എനിക്ക് തോന്നുന്നു മിക്കവാറും കാറിനിടാനായിരിക്കും. അവൻ വീണ്ടും സിരിയോഗയുടെ അടയ്ക്ക് പോയി, അതായത് എൻ്റെ പൂച്ചയുടെ അടയ്ക്ക് പോയി. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി, നമ്മളിപ്പോൾ കാറായി. ഇതിൻ്റെ മുകളിൽ എനിക്ക് തോന്നുന്നു 3 ബട്ടൺ ഇത് വെച്ച് ഇടിക്കാനായിരിക്കും. ഇതേ 3 ബട്ടനാണെന്നുണ്ട് ഇതിൻ്റെ പടം കാണിക്കുന്നുണ്ട്. ഇത് കൺട്രോൾ ചെയ്യാനാണ് കുറച്ച് പ്രശ്നം. ഓക്കെ പതുക്കെ പോയാൽ മതി. പതുക്കെ ഇതൊരു ബട്ടനാണെന്നുണ്ട്. ഒന്ന് പച്ച ലൈറ്റ് എത്തി. അപ്പം ഇനി 2 കൂടി ഉണ്ട്. ഇതേ മുകളിൽ 1 അതേ 2 കൂടെ ഉണ്ടല്ലോ. അപ്പം ഇനി അടുത്ത വളവിൽ അതെ 3 സിമ്പിൾ. ഓക്കെ ഇനി നമുക്ക് തുറക്കാം. ഇതടക്കി അങ്ങനെ ഡോറ് ഇവിടെ തുറന്നെടുക്കണമെന്ന് പറഞ്ഞ് വന്നാലോ. ഇതാണ് കൈസ കാറ്. ടയർ ടയർ ഇടാൻ പറ്റില്ല. ജനറേറ്റർ എന്തിനാണോ വണ്ടി കൊണ്ടൊക്കെ എന്തിനാണോ ജനറേറ്റർ? മിസ്സിങ് ഗിയർ നമ്മൾ ഇവിടെ നേരത്തെ കണ്ട അതേ ഇരിക്കണം. എന്താണ് ഗിയർ കിട്ടി. ഇതേ സിരി, ഇവൻ്റെ അച്ചാച്ചൻ്റെ സിരി യോഗ പേടിച്ച് മനുഷ്യൻ. ഓക്കെ ഇനി വയറായി യോജിപ്പിക്കണം തോന്നുന്നു. നമ്മുടെ അമോങ് അസ് ഓർമ്മ വരുന്നു. ജനറേറ്റർ റീഫ്യൂല്. നമുക്ക് ഇനി ഫ്യൂവല് കണ്ടെത്തണമെന്നാ. ഫ്യൂവലല്ലേ പുറത്തിരിക്കണ്ടായിരുന്നത്. ഫ്യൂവൽ ഞാൻ പുറത്ത് കണ്ട പോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ പ്ലെയർ ഇരിക്കുന്നുണ്ട്, കട്ടിങ് പ്ലെയർ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഇതന്നെ ഫ്യൂവൽ കിട്ടി. എൻ്റെ ഒരു ഓർമ്മ ശക്തിയേ ഞാൻ വിഷയം തന്നെ. വഴി എന്തിനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതുവഴി തന്നെ പറയുന്നില്ലേ റിമോട്ട് കാറ്. ഇതാദ്യം ഞാൻ നോക്കിയില്ലടാ. മിക്കവാറും ബട്ടനെ മറത്തുമ്പോൾ എനിക്ക് ഇത് ഓപ്പൺ ആവാല്ലേ.
നമുക്ക് ഇവിടെ നിന്നാകുമ്പോൾ ഓടി രക്ഷപ്പെടുപ്പാണ് ഗൈസ്. ഓക്കെ അത് ഓണാവാത്തെന്താ? വി നീഡ് ടു ഫൈൻഡ് സം ഫ്യൂൽ. ഫ്യൂലല്ലേ ഇപ്പോൾ കൊടുത്തത്? വാ. ഒയ്യോ അവൻ നോയ്സ് ആയിട്ട് വരുന്നുണ്ടാ. അപ്പോൾ ബംഗാളി ഇപ്പം നോയ്സ് ആയിട്ട് വരും ഇവിടെ. എൻ്റെ അളിയാ അവൻ വന്നിവിടെ സെർച്ച് ചെയ്താൽ നമ്മൾ പെട്ട്. നമുക്കിവിടെ ഒളിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ വിളിച്ചേ. ഒയ്യോ ഇങ്ങോട്ട് പറഞ്ഞ ചേച്ചറിയാൻ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട്. ടച്ച് ദ ജനറേറ്ററിൻ്റെ അവിടേക്കാണ് പോയെന്ന് തോന്നുന്നു. ഭാഗ്യം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടോ. പോയി വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഗൈസ്. ഞാൻ ഒരു ഹിൻ്റ് എടുത്തു. അപ്പം അങ്ങോട്ടാണ് കാട്ടണത്. അപ്പിടാൻ പോയി ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് പോവാലോ. ഓക്കെ ഗൈസ് അവൻ പോയി. ഇനി നമുക്ക് ഹിൻ്റ് ഇവിടെയാണല്ലോ കാട്ടണേ. ഓക്കെ ബാറ്ററിയാ. അപ്പം ഇതിനവിടെ കുഴി കാട്ടണമെങ്കിൽ കുഴി ബാറ്ററി അവിടെ നിട്ടോടാ. ഇത് വണ്ടിയുടെ അടിയിലേക്കാണ് കാട്ടുന്നത്. ഇപ്പുറത്ത് വല്ലോ അടിയിലേക്ക് തന്നെയാണ്. അപ്പം എന്താ ചെയ്യാൻ? ഷവൽ നമ്മൾ കണ്ടു. ഷവൽ ഇവിടില്ല കണ്ടേ. ഷവലെടുത്ത് പോയി കുഴിക്കാനായിരിക്കും. ഗൈസ് അവൻ അപ്പിടുണ്ടായിരുന്നു. ഇത് കുഴിക്കാൻ പറ്റില്ല. ഇതെന്ത് ശല്യം ഇത്? ATV ബാറ്ററി എന്നൊക്കെയാണ് പറയണത് ഗൈസ്. അവിടെ തപ്പാൻ ഇതെന്താണ്? ഇതെന്തോ ഒരു സാധനം ഉണ്ടല്ലോ. ജാക്ക് ടയറിനൊക്കെയാണല്ലേ. ബാറ്ററി തന്നെ. നമ്മളിപ്പോൾ ടയർ ഇതൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അവന്മാർക്ക് ബാറ്ററി തന്നെ വേണം. ബാറ്ററി പുള്ളിലെ ഉണ്ടാവൂടാ. ബാറ്ററി അവിടെ ഇല്ലടാ. നമുക്ക് കൊട കിട്ടി. അവനവിടെ ഉണ്ട്. അവനവിടെ നിന്ന് എന്തോ പണിയെടുക്കണ ഗൈസ്. ഇത് വെറും അടുക്കള ഉണ്ട്. അടുക്കളയിൽ നമ്മൾ പോയില്ലടാ. അടുക്കളയിൽ നിന്ന് നേരം കിട്ടിയാൽ മതി. ഇതോടാ ബാറ്ററിയാണ് നമുക്ക് ആവശ്യം. നമ്മൾ ഇത്ര കണ്ടുപിടിച്ചിട്ടെങ്കിൽ ഇപ്പോൾ ആ ബാറ്ററി മാത്രം കിട്ടാണ്ടാവുമ്പോഴല്ലേ. ഒന്നുമില്ലടാ. ഫ്രിഡ്ജിലെന്തോ വെള്ളം ഞാൻ തന്നെ വെള്ളം കുപ്പി എടുത്ത് വെച്ച്. അടുക്കളയിൽ വിളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഗൈസ്. എല്ലാം കൊണ്ട് സേഫാണ്. ഞാൻ എൻ്റെ ഭക്ഷണം അറിയാണ്ട് എടുത്ത് കഴിച്ച്. അവൻ്റെ മോളിൽ പോയി സിരിയോഗയുടെ അടുത്ത് പോയി. ഇനി നമുക്ക് വേണമെങ്കിൽ അവൻ്റെ ഗെയിമിംഗ് റൂമിൽ പോയി സെർച്ച് ചെയ്ത് കൂടെ. അവൻ മോളിക്കല്ലേ പോയെ. മോളിലേക്ക് പോയിട്ട് ഇനി ഇവിടെ എന്തെങ്കിലും ഞാൻ ഫുഡ് എടുത്ത് കഴിച്ചറാ. അറിയാൻ ടച്ച് ചെയ്തോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഒന്നും ഇല്ലടാ. സിരിയോഗ അല്ലേ ഇവിടെ നാണണ്ടാ. പൂച്ചനെ കളിപ്പിക്കാതിരിക്കണം. ഒരാൾ വീട്ടിൽ കയറുന്ന ഇറങ്ങിയിട്ട്. നിങ്ങൾക്ക് നാണുണ്ടോ? എന്തൊക്കെ കാണിക്കുന്ന? നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് ഇവിടെ? അവൻ കമ്പ്യൂട്ടറിലേക്ക് വരുന്നുണ്ടല്ലോടാ. വാതിൽ വന്നിട്ട് മിക്കവാറും കിച്ചണിൽ കയറും അവൻ. നമ്മ അവൻ്റെ ഭക്ഷണം എടുത്ത് കഴിച്ചില്ലടാ. അതാ പറഞ്ഞു. മിക്കവാറും ഞാൻ വേറെ ഫുഡ് എടുക്കാൻ അങ്ങനെ അടുക്കളയിൽ വരുമോ? എൻ്റെ നാവ് വന്നറവൻ ഫുയത്തെ പൊറിച്ചു. ഇവിടെ നിന്നായ ഫുഡ് നമ്മ കഴിച്ചില്ലേ. നമ്മ അവൻ്റെ എല്ലാ ഫുഡും എടുത്ത് കഴിച്ചടാ. എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമോ? നാണം കെട്ടവനെ. എഴുന്നേക്കടാ സൂര്യനാരായണ, എഴുന്നേക്കടാ പട്ടി. പാവൻ ചെക്കൻ. വല്ല പൂച്ചക്കാട്ടവൻ വായിട്ട് തിന്നടാ പട്ടി. അവൻ പൂച്ചനെ കുറെ കളിപ്പിക്കണ്ടല്ലേ. അതിന്റെ കാട്ടവൻ വായിട്ട് തിന്നട്ടവൻ. ബാറ്ററി എവിടെടാ? ഞാൻ കുറേ നേരം സെർച്ച് ചെയ്യണ ബാറ്ററി മാത്രം കിട്ടുന്നില്ല. ഗെയിമിലല്ലേ ഗ്ലിച്ചാണോടാ. അല്ലേ നമുക്ക് ഫസ്റ്റ് തന്നെ കളിക്കുമ്പോൾ ഒരു ഗെയിമും എസ്കേപ്പ് ആവാൻ പറ്റാറില്ലല്ലോ. ഇത് ടയറോട്ട് ഉണ്ടാക്കിയിട്ട് പൂച്ചേ പാണ്ടി എടുക്കാൻ നിൽക്കണേ. ശല്യം. നമ്മ എങ്ങനെയാണ് ഇവിടെ വന്നത് ഗൈസ്? നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ഇപ്പം പൊട്ടൻ്റെ വീട്ടിലേക്കൊക്കെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ നിങ്ങൾ എനിക്കൊരു 10 ലൈക്ക് അറിയാം ഗൈസ്. 10 ലൈക്ക് എന്തരാ? ശരി, തർക്കിക്കുന്നില്ല. 10 തന്നെ. അല്ല, ഒരു 15 ലൈക്ക് ഗൈസ്. ഞാൻ 15 ചോദിച്ചാലോ? അടിച്ച് നിന്റെ 32 പല്ലും കളഞ്ഞു കൊന്ന് കായൽ താഴ്ത്തും. ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്.
ഇപ്പം വീണ്ടും ബ്രാഗിയിട്ട് പോകും. ഇത് ശല്യടാ, ഞാൻ വിട്ടു കൊടുക്കണ്ട. എനിക്ക് ഇനിയിപ്പോൾ ആ ബാറ്ററിക്ക് വേണ്ടി നമുക്ക് കുറേ നടക്കണം. അവൻ വീണ്ടും വർക്കിന് പോയി. പൂച്ച മിണ്ടാതിരിക്കി. ഒരു ബാറ്ററിക്ക് വേണ്ടി ഞങ്ങൾ കുറേ നേരം അലയാൻ തുടങ്ങണം. എടാ എന്താ അവസ്ഥയടാ. അതുകൂടി മേ ബി എനിക്ക് തോന്നുന്നു പോവാന്ന്. കീയൊക്കെ നമ്മുടെ ഉണ്ട് ഇതിൽ. പിന്നെ ഗ്രാനിയുടെ പോലെ ഫ്യൂവല്. അയ്യോ ഇനി ഫ്യൂവൽ വേണോ എന്നറിയില്ല. ബാറ്ററി വേണം. ഇതിൻ്റെ ഉള്ളിലേക്കാ എനിക്ക്. ആടാ ഞാൻ പിടി കൊടുക്കട്ടെ. എനിക്ക് വയ്യ, ഞാൻ കുറേ നേരമായി കൊടുക്കണം. വാടാ ഒന്ന് പിടിക്ക്. ഇവൻ്റെ പിടുത്തം എങ്ങനെയാണെന്നും പിന്നെ ഇനി ഒറ്റ ദിവസം തന്നെയാണോ ഉള്ളതെന്ന് എനിക്കറിയണം. വാടാ എന്തിപ്പോൾ ആ അത് അവൻ പിടിച്ചാലും ആഡ് സൂപ്പർഡാ. ഓ രണ്ടാമത്തെ ഡേ ഉണ്ട്. അവൻ പിടിക്കുമ്പോൾ പേടിയാവണില്ല. പേടിക്കാണ്ട് നമുക്ക് കളിക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ബാറ്ററി മാത്രം കിട്ടിയില്ല. സോ ഗൈസ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം, മതിയായി. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന എനിക്ക് ചെറിയ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. നാളെ 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 என்று இன்றே இழகாதே நீ இன்றே இழகாதே நீ இன்றே இழகாதே இன்றை விதத்தால் நாளை முளைக்கும் அது நீ மறக்காதே.